കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ FCP ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നെല്ലാം പഠിച്ചു. ഇനി ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് കീബോർഡിൽ ഷോർട്ട് കട്ട് കീ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിൽ എങ്ങനെ സ്കെയിൽ, റൊട്ടേഷൻ അങ്ങനെ കീ ആഡ് ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഇത് ഇച്ചിരി ഷെയ്ക്കുള്ള വീഡിയോ ആണ്. ആ ഷെയ്ക്ക് മാറ്റാനായിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഷെയ്ക്ക് മാറ്റുന്നതിലേക്കായി നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം. വല സൈഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യും. ഇപ്പോൾ സ്റ്റെബിലൈസായി, ഇപ്പോൾ അത് സ്റ്റെബിലൈസായി നിൽപ്പുണ്ട്. വലിയ നല്ല രീതിക്കുള്ള ഷെയ്ക്കൊന്നും മാറ്റാൻ പറ്റില്ല. അത്യാവശ്യം കുഞ്ഞു ഷെയ്ക്കുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോഴേതുപോലുള്ള ഷെയ്ക്ക് ഇല്ല. ഇപ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഷെയ്ക്കുണ്ട്. അതുപോലെ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ചെറിയ രീതിയിൽ ഷെയ്ക്കുള്ള വീഡിയോ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മളൊരു സ്ലോ മോഷൻ വീഡിയോ കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ ഫ്ലോ നമ്മൾ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫ്ലോ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇടത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ആപ്പിളിൻ്റെ ഐക്കണിൻ്റെ അടുത്ത് ഫൈനൽ കട്ട് പ്രോ ഉണ്ട്. ആ ഫൈനൽ കട്ട് പ്രോയിൽ കമാൻഡ് സെറ്റ് എടുത്തിട്ട് കസ്റ്റമൈസ് എടുക്കുക. കസ്റ്റമൈസിൽ നമുക്ക് കീബോർഡിൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം ഡ്രം എൻഡ്, ഡ്രം സ്റ്റാർട്ട് ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട്. ഞാനത് ഡ്രം എൻഡിൽ നമ്പർ 2ലും ഡ്രം സ്റ്റാർട്ട് വന്നിട്ട് നമ്പർ 1ലും കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ സേവ് കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഡ്രം സ്റ്റാർട്ട് വന്നിട്ട് നമ്പർ 8ൽ കൊടുത്തു. ഇപ്പോൾ ഇവിടെ എനിക്ക് സേവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഇനി ഒപ്റ്റിക്കൽ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർച്ച് ബാറിൽ ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റീടൈം വീഡിയോ ക്വാളിറ്റി ബെറ്റർ ഒപ്റ്റിക്കൽ ഫ്ലോ. ഇപ്പോൾ ഞാനത് ഒപ്റ്റിക്കൽ ഫ്ലോ ജിയിലാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ജിയിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഓരോ കീയും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കീ ഉപയോഗിക്കണോ നിങ്ങളുടെ എളുപ്പത്തിന് കീ സെറ്റ് ചെയ്യാവുന്നത് ആ രീതിയിൽ ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഞാൻ സേവ് ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ കീ സെറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്പീഡ് നമ്മൾ റാമ്പ് ചെയ്യുന്നത്. ഞാൻ ഈ സെറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റാമ്പിൽ 10 കൊടുക്കുന്നു. എന്നിട്ട് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ ആ വീഡിയോ കണ്ടു, ഒരു ജെർക്ക് ചെയ്ത് പോകുന്നത് പോലെ ഒരു ഫീല്, ജെർക്ക് ചെയ്ത് പോകുന്ന ഒരു ഫീലുണ്ട്. അത് മാറ്റാനായിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലോ കൊടുക്കുന്നത്. ഞാനിപ്പോൾ G പ്രസ് ചെയ്യുന്നു, ഒപ്റ്റിക്കൽ ഫ്ലോ കൊടുത്തിരിക്കുന്നു. ഇനി ഒന്നുകൂടി പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ അതിൽ ഷെയ്ക്കോ അല്ലെങ്കിൽ ജെർക്കിങ്ങോ ഒന്നുമില്ല. ഒപ്റ്റിക്കൽ ഫ്ലോ മാറ്റി കഴിഞ്ഞാൽ ജെർക്കിങ് വരും. എവിടെയും നിങ്ങൾക്ക് കാണാം സ്മൂത്ത്, സ്ലോ മോഷൻ, ഫാസ്റ്റ്, നോർമൽ, ഹോൾഡ്, ബ്ലൈഡ് സ്പീഡ്, കസ്റ്റം. ഇപ്പം കസ്റ്റം എടുത്തു കഴിഞ്ഞാലാണ് നമുക്കിവിടെ സ്പീഡ് റാമ്പ് ചെയ്യാൻ പറ്റും. റാമ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിതൊരു 500 കൊടുക്കുകയാണെങ്കിൽ നല്ല സ്പീഡായി. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് കൊടുക്കുന്നു, വീണ്ടും സ്ലോ മോഷൻ ആക്കുന്നു, എന്നിട്ട് പ്ലേ ചെയ്താൽ വീണ്ടും അതിനൊരു 500 കൊടുക്കുന്നു, 2-3 ഫ്രെയിം മാറ്റിയിട്ട് വീണ്ടും ഒരു കൊടുക്കുന്നു. അപ്പോൾ റാമ്പ് ചെയ്യാനും പഠിച്ചു. ഈ വീഡിയോ സ്ലോ മോഷൻ ആക്കിയിട്ട് അത് നമ്മൾ കീ ചെയ്യുന്നു, അതായത് സ്കെയിൽ ചെയ്ത് റൊട്ടേഷൻ ചെയ്യണം. സ്കെയിൽ ചെയ്യേണ്ടത് നമുക്ക് വലത് സൈഡിൽ പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ആൾ. സ്കെയിൽ ആൾ കൊടുക്കുന്നു, അതേപോലെ റൊട്ടേഷനും കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നമുക്ക് എവിടം വരെ വേണോ അതുവരെ. ഞാനതുവരെ കൊടുത്തു, എനിക്കതുവരെ മതി എന്ന് തോന്നുന്നു. ഞാനതുവരെ 130 കൊടുത്തു. മുകളിൽ റൊട്ടേഷൻ 5 കൊടുക്കും. അപ്പോൾ നമുക്ക് അവിടെ കാണാം
അത് ഒന്ന് സൂമായി റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. എങ്ങനെയാണ് കീ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്? നമുക്കിതിൽ എല്ലാത്തിലും കീ സെറ്റ് ചെയ്യാം. എല്ലാം കീ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതെല്ലാത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കീ സെറ്റ് ചെയ്യാം. എഡിറ്റിംഗ് ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ അത് ശരിയാവൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണോ എഡിറ്റ് ചെയ്യാം. അതിൽ നമ്മൾ കീബോർഡിൽ ഷോർട്ട് കട്ട് കീ സെറ്റ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ റാമ്പ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ സ്കെയിലും റൊട്ടേഷനും ചെയ്യാൻ പഠിച്ചു. ഇനി അടുത്ത് ഇതിൽ ട്രാൻസിഷൻ എങ്ങനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യണം, സൗണ്ട് എഫക്റ്റ് എങ്ങനെ ചെയ്യണം, കളർ ഗ്രേഡിങ് എങ്ങനെ ചെയ്യണം, അതെല്ലാം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ, ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ കമൻറ്റ്, ലൈക്ക് അതെല്ലാം രേഖപ്പെടുത്തുക. കമൻറ്റിൽ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കും ഇതിൻ്റെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കമൻറ്റായും ലൈക്കായും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റൂ. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.